അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 5. ഒരു വേദഗ്രന്ഥമോ പ്രവാചകത്വമോ ലഭിച്ചേക്കാമെന്ന പ്രതീക്ഷയാലോ ലഭിക്കുവാനുള്ള ആഗ്രഹത്താലോ അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമമായോ ഒന്നും തന്നെയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയി ഏകാന്തവാസം അനുഷ്ഠിച്ചു വന്നത്. പരിശ്രമം, പരിശീലനം, ആഗ്രഹം, സൽക്കർമ്മം, ആത്മസംയനം ആദിയായ ഏതെങ്കിലും ഒന്നിൻ്റെ ഫലമായി നേടുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല നബുവത്തും റിസാലത്തും, പ്രവാചകത്വവും ദിവ്യ ദൗത്യവും. അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ അത് കൊടുക്കുന്നു, അത്രമാത്രം. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അതിനായി തിരഞ്ഞെടുക്കുകയും അവരറിയാതെ തന്നെ അതിനവരെ പാകപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യുന്നു. അതിനാവശ്യമായ പരിശുദ്ധിയും പരിശീലനവുമെല്ലാം അവൻ അവരിൽ സംജാതമാക്കുകയും ചെയ്യും. സീനാ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാമയ്ക്കു ദിവ്യദൗത്യം ലഭിച്ച അവസരത്തിൽ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുവാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിനുണ്ടായല്ലോ. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നത് നോക്കുക. ثم جئت على قدر يا موسى واصطنعتك لنفسي. അതായത്, മേൽപ്പറഞ്ഞ വിധത്തിലെല്ലാം ഞാൻ നിന്നെ പരീക്ഷണം നടത്തിയ ശേഷം മുൻകൂട്ടിയുള്ള എൻ്റെ നിശ്ചയമനുസരിച്ച് നീ ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ ദൗത്യ നിർവഹണത്തിനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് ശരിപ്പെടുത്തിയിരിക്കുകയാണ്. സൂറത്ത് ത്വാഹ 40-41. ലോകജനത പൊതുവിലും സജ്ജനങ്ങൾ പ്രത്യേകിച്ചും അജ്ഞാന അന്ധകാരത്തിൽ മുഴുകി നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു സഹിക്കവയ്യാതെ അവരെ സത്യത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടും അതിനുവേണ്ട ദിവ്യ പ്രകാശം തേടിക്കൊണ്ടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഏകാന്തവാസം നടത്തിയിരുന്നത് എന്ന് ചിലയാളുകൾ ധരിച്ചു വശയായിട്ടുണ്ട്. പ്രവാചകത്വത്തിൻ്റെ പാവനതത്വം കളങ്കപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ചില പാശ്ചാത്യരിൽ നിന്നും മറ്റുമാണ് ഈ ജൽപ്പനം ഉടലെടുത്തിട്ടുള്ളത്. പരമാർത്ഥം മനസ്സിലാക്കാതെ ചില മുസ്ലിമുകളും അത് ഏറ്റുപാടാറുണ്ട്. സൽക്കർമ്മം, ആത്മശുദ്ധി, സ്വഭാവ സംസ്കരണം, ദൈവഭക്തി ആദിയായ ഗുണങ്ങൾ നിമിത്തം ലഭ്യമാകുന്ന ഒന്നാണ് പ്രവാചകത്വം എന്ന് സ്ഥാപിത താൽപര്യക്കാരായ ചില പിഴച്ച കക്ഷികളും സമർത്ഥിക്കുന്നത് കാണാം. കേൾക്കുന്ന മാത്രയിൽ ആകർഷകമായി തോന്നിപ്പോകുന്ന ഈ രണ്ട് അഭിപ്രായങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിനായി ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്തിരുന്നുവെന്നും പ്രവാചകത്വം മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ട് സാധിക്കുന്ന ഒന്നാണെന്നുമുള്ള വാദങ്ങൾ യഥാർത്ഥം അറിയാത്ത ശുദ്ധഗതിക്കാരായ പലരെയും വഞ്ചിതരാക്കുന്നതിൽ അത്ഭുതമില്ല. വാസ്തവമാകട്ടെ ഈ രണ്ടഭിപ്രായവും തനി അബദ്ധവും അസംബന്ധവുമാകുന്നു. ഖുർആൻ അവയെ വ്യക്തമായി ഖണ്ഡിച്ചിരിക്കുകയാണ്.